നമസ്കാരം. വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് ബേബി വിറ്റ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ലിറ്റിൽ സ്കോളർ എന്ന ഈ പരിപാടി എനിക്ക് തോന്നുന്നത് എപ്പോഴും മനോഹരമായൊരു ഉദ്യാനമാണ്, മനോഹരമായൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ പലപ്പോഴായി പല പൂക്കൾ വിരിയും, പുതിയ പുതിയ പൂക്കൾ വിരിയും. ആ പൂക്കളുടെ മനോഹാരിതയും സൗന്ദര്യവും എല്ലാം ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ, അതോടൊപ്പം നിങ്ങളും. ഇന്ന് ഈ ഉദ്യാനത്തിൽ പുതിയ പൂക്കൾ വിരിയുകയാണ്. പുതിയൊരു ഗ്രൂപ്പ് ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നു. 8 പേരടങ്ങുന്ന ഒരു സംഘം. ഇനി അടുത്ത 6 എപ്പിസോഡുകളിലായി അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. ഈ സംഘത്തെ ഇന്ന് ഈ ഉദ്യാനത്തിലേക്ക്, മനോഹരമായ ലിറ്റിൽ സ്കോളറിൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഹാർദമായി നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇതിൽ സ്നിഗ്ധ മാത്രം പഴയ കുട്ടിയാണ് അല്ലേ? പഴയ കുട്ടി എന്ന് പറയുമ്പോൾ പഴയ പൂവാണ്, അങ്ങനെയാണോ? അല്ല, ഈ ഉദ്യാനത്തിൽ പുതിയതായിട്ട് വിരിയുന്ന പൂവാണ് അല്ലേ? ഞാൻ ഇനിയും സ്നിഗ്ധയോടും അതുപോലെ തന്നെ സ്നിഗ്ധയുടെ കൂട്ടുകാരോടും ഒക്കെ പഴയ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയും, കഥകൾ പറയും, ഒക്കെ പറയും. വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വാക്ക് ഒരു വലിയ അത്ഭുതമാണ്. ഒരു വാക്കിന് ഒരു സമൂഹത്തെയും ഒരു വ്യക്തിയെയും ഉയർത്തുവാനും താഴ്ത്തുവാനും സാധിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അത് വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഷിക്കാഗോയിൽ ആദ്യം അദ്ദേഹം പ്രസംഗം നടത്തി. നിങ്ങൾക്കറിയാമല്ലോ, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ദിവസം പ്രസംഗം നടത്തി. രണ്ടാമത്തെ ദിവസം പ്രസംഗപീഠത്തിലേക്ക് കടന്നു വന്ന സമയത്ത് കാണികൾക്കിടയിൽ ഒരാൾ പെട്ടെന്ന് എണീറ്റ് നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് യുവർ മന്ത്ര എന്ന് ചോദിച്ചു. ചോദ്യം കേട്ട ഉടനെ വിവേകാനന്ദൻ പറഞ്ഞു, ഷട്ട് അപ്പ് യുവർ മൗത്ത് ആൻഡ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. ഇയാൾ പെട്ടെന്ന് ഇരുന്നു കഴിഞ്ഞപ്പോൾ വിവേകാനന്ദൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതാണ് മന്ത്രയുടെ ശക്തി, ഇതാണ് വാക്കിൻ്റെ ശക്തി. ഞാൻ നിങ്ങളെ പിടിച്ച് ഇരിപ്പിച്ചിട്ടില്ല, ഉണ്ടോ? നിങ്ങൾ എണീറ്റ് നിന്നു, ഞാൻ നിങ്ങളെ ഇരുത്തിയിട്ടില്ല. അതേസമയം ഞാൻ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു. ഞാൻ നിങ്ങളെ ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ഇരുന്നു. ഇതാണ് വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത്, ഇതാണ് മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ കൂട്ടുകാർ, എത്രയോ വളർന്നു വരുന്ന തലമുറ ഇത് കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഒരു ചെറിയ മൂവ്മെൻറ്റെങ്കിലും, ഒരു ചെറിയ പോസിറ്റീവ് എനർജി അവർക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലിറ്റിൽ സ്കോളർ എന്ന് പറയുന്ന ഈ പരിപാടി ധന്യമായി, മീഡിയ വണ്ണിൻ്റെ ഈ ഉദ്യമം ധന്യമായി, നമ്മൾ കൂട്ടുചേർന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ധന്യമായി അല്ലേ? ആ വാക്കുകൾ എൻ്റെ കൂട്ടുകാർ കേൾക്കുന്നു, കേൾക്കണം, അനുസരിക്കണം. അതുമാത്രമാണ് കൂട്ടുകാരോട് പറയുവാനുള്ളത്. നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി ഈ കൂട്ടുകാരെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. ടൈറ്റർ സ്നിഗ്ധ കെ, GUPSS സ്കൂൾ നാദാപുരം കാലിക്കറ്റ്. ആതിഫ് അബൂബക്കർ എ, അൽ ഹറാമൈൻ SS സ്കൂൾ പുതിയങ്ങാടി കാലിക്കറ്റ്. ലൂന സോഹുൽ രാജീവ്, IHSS സ്കൂൾ അജാനൂർ കാസർഗോഡ്. അർജുൻ വിബി, GHSS സ്കൂൾ മീലങ്കാവ് വയനാട്. ഏരിയൽ ജാവേദ് ഹസൻ പി, ഹിര പബ്ലിക് സ്കൂൾ തുവൂർ മലപ്പുറം. സമീൽ KP, GHS സ്കൂൾ വെട്ടത്തൂർ മലപ്പുറം. സിറിയസ് സേബ ഫാത്തിമ, WMO ഇംഗ്ലീഷ് അക്കാദമി വയനാട്. ആനന്ദ് KP, GVHS സ്കൂൾ മാനന്തവാടി വയനാട്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ചോദ്യങ്ങൾ നേരിടാൻ പോവുകയാണ്. ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എടുത്താൽ മതി. ചോദ്യങ്ങളുണ്ടാവും, അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉത്തരം വേണം. എപ്പോഴും പറയുവാനുള്ളത്, പരിപൂർണമായിട്ടും ശ്രദ്ധ ഇവിടെയായിരിക്കണം. ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അതിലേക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. യു ആർ റെഡി ഫോർ ദാറ്റ്? യെസ്. ആ യെസ്സിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ആദ്യത്തെ സെഗ്മെന്റ് ഉത്തരച്ചപ്പ്. ഉത്തരച്ചപ്പ് എന്ന ഈ സെഗ്മെന്റിൽ 8 ചോദ്യങ്ങളുണ്ടാവും. അതായത് ഒരു ഗ്രൂപ്പിന് 2 ചോദ്യങ്ങളാണ് ലഭിക്കുക. ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് 10 മാർക്ക്. റെഡി? ഈ ചോദ്യം സമകാലീന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ. അതിനകത്ത് ചോദിക്കുന്ന ചോദ്യം വളരെ ഡീറ്റെയിൽ ആയിരിക്കും. ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിനുശേഷം ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നിന്നും ഒരു ശരി ഉത്തരം ആണ് നിങ്ങൾ പറയേണ്ടത്. റെഡി? ഓക്കെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. മദ്യത്തെ സകല തിന്മകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. എന്നാൽ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ടൈറ്റനോടാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. അരവിന്ദ് ഘോഷ്, മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു, ഗുരു നിത്യ ചൈതന്യ യതി.
മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി. ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആദ്യത്തെ ഉത്തരം തെറ്റരുത് എന്നുള്ളത്. നിർഭാഗ്യവശാൽ ആദ്യത്തെ ഉത്തരം തെറ്റായി. ഐ എം സോറി ഫോർ ദാറ്റ്. ഇത് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഇത് എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്നതും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം മദ്യം കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞത് ശ്രീനാരായണ ഗുരു ആണ് എന്നുള്ളത് എത്രയോ കാലങ്ങളായി കേരളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുഹമ്മദ് നബി മദ്യത്തിനെതിരെ ശക്തമായിട്ട് ഖുറാനിൽ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ പ്രവാചകൻ്റെ വാക്കുകൾ ഉണ്ട്. ഖുറാനുമായിട്ടുള്ളൊരു ഉപകഥയിൽ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു സാത്വികനോട് ഒരാൾ പറയുന്നു, നിങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുമുണ്ട്, ആ കുട്ടിയുടെ അടുത്തൊരു കത്തിയുമുണ്ട്, അപ്പുറത്ത് മദ്യമുണ്ട്. ഇതിൽ 3 ദോഷമാണെന്നറിയാം, പക്ഷേ ഏതെങ്കിലും 1 നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളത്. അയാൾ ആലോചിച്ചു. സാത്വികനാണ്. അയാൾ ആലോചിച്ചു, ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് മദ്യമാണ്. സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പാടില്ല, കുട്ടിയെ കൊല്ലാൻ പാടില്ല. നേരെ മറിച്ച് മദ്യമാണെങ്കിൽ അത്ര ദോഷമില്ലല്ലോ എന്ന് വിചാരിച്ച് മദ്യം കഴിച്ചു. പക്ഷേ മദ്യം കഴിച്ചപ്പോഴേക്കും അയാളുടെ സ്വഭാവം മാറി. അയാൾ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, കുട്ടിയെ കത്തികൊണ്ട് കൊന്നു. അപ്പോൾ മദ്യം അത്രമാത്രം ദോഷമാണ് എന്നുള്ള പല കാലങ്ങളിൽ, പല വേഷങ്ങളിൽ, പല രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അറിയേണ്ടതായിരുന്നു. സാരമില്ല. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ലൂന, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. ക്യാൻസർ വാർഡിലെ ചിരി കേരളത്തിലെ പ്രശസ്തനായ ഒരു കലാകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. ജഗതി ശ്രീകുമാർ, ഇന്നസെൻറ്റ്, മാള അരവിന്ദൻ, മാമുക്കോയ. ഇന്നസെൻറ്റ് പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്. അദ്ദേഹം ഇപ്പോൾ ചാലക്കുടി MP ആണ് അല്ലേ? അദ്ദേഹം മാരകമായ രോഗത്തിന് അടിമപ്പെട്ട്, ക്യാൻസറിന് അടിമപ്പെട്ട്, അതേസമയം ക്യാൻസറിന് വളരെ നിസ്സാരമായി പുല്ലുപോലെ വലിച്ചെറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ഓൾറൈറ്റ്, ഇനി ചോദ്യം ഏരിയയിലേക്കാണ് വരുന്നത്. ഏരിയൽ ചോദ്യം ഇതാണ്. ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഞ്ചാബി ഭാഷയിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കൗം ദേ ഹീരെ. അതിൻ്റെ മലയാളം സമുദായത്തിൻ്റെ അഭിമാനം. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പ്രദർശനം നിരോധിച്ചു. ഏത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി. ഇന്ദിരാഗാന്ധി പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്, വെരി നൈസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സീരിയസ്, നിങ്ങൾക്കുള്ളതാണ് ചോദ്യം. 14 വർഷത്തെ തടവിന് ശേഷം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് മോചിപ്പിക്കപ്പെടുകയും എന്നാൽ ആത്മഹത്യാ കുറ്റം ചുമത്തി വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാമൂഹിക പ്രവർത്തക ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അരുന്ധതി റോയ്, മീന കന്ദസ്വാമി, മേധ പട്കർ, ഈറോം ചാനു ശർമിള. ഈറോം ശർമിള ആണ് പെർഫെക്റ്റ് ആണ് ഉത്തരം. കറക്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരച്ചപ്പ് എന്ന സെഗ്മെൻറ്റിൽ ഇനി 4 ചോദ്യങ്ങൾ കൂടിയുണ്ട്. 4 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആ 4 ചോദ്യങ്ങളിൽ ടൈറ്റിന് മാത്രം മാർക്ക് പോയി അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ മറന്നുപോയി. മറക്കാൻ പാടില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നവോത്ഥാന നായകനെന്നും മറക്കരുത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളും മറക്കരുത്. എനിവേ, ഇനി 4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് a little break. വെൽക്കം ബാക്ക്. ബേബി വിത്ത് എ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നിങ്ങൾ നമ്മുടെ ഉത്തരച്ചപ്പ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ 4 ചോദ്യങ്ങളെയാണ് നേരിട്ടത്. ഇനി 4 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. സോ അടുത്ത ചോദ്യം ആദ്യം ചോദിക്കുന്നത് ടൈറ്റനോടാണ്. ചോദ്യം ഇതാണ്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിൻ്റെ മലയാള മുഖപത്രമാണ് ജനപഥം. ഈ വകുപ്പിൻ്റെ കീഴിൽ ഇറങ്ങുന്ന ഇംഗ്ലീഷ് മുഖപത്രത്തിൻ്റെ പേര് എന്താണ്? ചോദ്യം ഇതാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഗോഡ്സ് ഓൺ കൺട്രി, പീപ്പിൾ അലൈവ്, കേരള കാളിംഗ്, കേരള ബുള്ളറ്റിൻ. കേരള കാളിംഗ് ആണോ കേരള ബുള്ളറ്റിൻ ആണോ എന്നൊക്കെ സംശയമുണ്ടാവും ആളുകൾക്ക്. സ്നിഗ്ധയ്ക്കും സംശയമുണ്ടോ? ചെറിയ സംശയമുണ്ടോ? പക്ഷേ സംശയിക്കേണ്ട, ഉത്തരം കറക്റ്റാണ്.
കേരള കോളിംഗ് ആണ് പെർഫെക്റ്റ് ആൻസർ. വെരി നൈസ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് ലുനയിലേക്കാണ്. ലുന, ക്വസ്റ്റ്യൻ ഇതാണ്, കേട്ടോളൂ. ഇന്ത്യയിലെ ഏറ്റവും പുതിയ സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാനയുടെ ബ്രാൻഡ് അംബാസഡറായി ചുമതലയേറ്റിരിക്കുന്നത് പ്രശസ്തയായ ഒരു കായിക താരമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്ത ഈ വനിതാ താരം ആരാണ്? ചോദ്യം ഇതാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സാനിയ മിർസ, സൈന നെഹ്വാൾ, ജ്വാല ഗുട്ട, കൊനേരു ഹംപി. സൈന നെഹ്വാൾ. സൈന നെഹ്വാൾ. ഐ എം സോറി ഫോർ ദാറ്റ്. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സാനിയ മിർസ ആണ്. എനിവേ, ഇനിയും ചാൻസ് ഉണ്ട്, സാരമില്ല. തുടക്കമായിട്ടല്ലേ ഉള്ളൂ അല്ലേ? സാരമില്ല. ഓക്കെ. സോ ഏരിയൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. പ്രശസ്തനായ മലയാളി ഡോക്യുമെൻ്ററി സംവിധായകനും ആക്ടിവിസ്റ്റുമായ കലാകാരൻ നേതൃത്വം നൽകിയ ജനകീയ സിനിമാ പ്രസ്ഥാനമാണ് ഒഡേസ മൂവീസ്. ജോൺ എബ്രഹാമുമായി ചേർന്ന് രൂപം കൊടുത്ത ഒഡേസ കളക്റ്റീവിൻ്റെ പരിഷ്കൃത രൂപമായിരുന്നു ഇത്. അടുത്തിടെ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഒഡേസ സത്യൻ, തോമസ് ജേക്കബ്, സത്യൻ മൊഗേരി, ഒഡേസ തോമസ്. ഒഡേസ സത്യൻ. ഒഡേസ സത്യൻ പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻ. ഇതും അടുത്ത നാളിൽ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഒഡേസ സത്യൻ മരിച്ച സമയത്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നു. അമ്മ അറിയാൻ എന്ന സിനിമ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ജോൺ എബ്രഹാമിനോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് ബക്കറ്റ് പിരിവ് നടത്തി അതുകൊണ്ട് കിട്ടിയ പണം കൊണ്ട് സിനിമ നിർമ്മിച്ച വാർത്തയും നമ്മൾ പത്രങ്ങളിൽ വായിച്ചു അല്ലേ? വെരി ഗുഡ്, സോ നൈസ്. ഇനി സീരീസിലേക്കാണ് ചോദ്യം വരുന്നത്. ഇക്കഴിഞ്ഞ ലോക കപ്പ് ഫുട്ബോളിലേതടക്കം ലോകകപ്പിൽ 16 ഗോളുകൾ എന്ന റെക്കോർഡ് നേട്ടത്തിനുടമയായതിനു ശേഷം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ജർമ്മൻ ഫുട്ബോൾ താരം ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ തോമസ് മ്യൂളർ, ഓപ്ഷൻ ബി മസൂദ് ഒസിൽ, ഓപ്ഷൻ സി മിറസോ ക്ലോസെ, ഓപ്ഷൻ ഡി ഫിലിപ്പ് ലാം. മിറോസ്ലാവ് ക്ലോസെ. മിറോസോ ക്ലോസെ. ആർ യു ഷ്യൂർ? യെസ്. യെസ്. അപ്പോൾ യെസ്, പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. വെരി നൈസ്, വെരി നൈസ്. ഉത്തരച്ചപ്പ് എന്ന സെഗ്മെന്റിലെ 8 ചോദ്യങ്ങൾ കഴിഞ്ഞു അല്ലേ? ഇതിൻ്റെ മാർക്ക് അറിയേണ്ടതുണ്ട്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പായി എ ലിറ്റിൽ ബ്രേക്ക്.